ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? എല്ലാവർക്കും അമ്യാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ റുബിക്സ് ക്യൂബ് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ശരിയാക്കാൻ വളരെ ആഗ്രഹമുണ്ടാകും. അപ്പൊ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ചെയ്യുന്ന റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, up anti-clockwise, left anti-clockwise, down anti-clockwise, then face anti-clockwise, back anti-clockwise. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റുബിക്സ് ക്യൂബിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ റുബിക്സ് ക്യൂബ് തെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഫേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ റെഡ് കളറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഡ് കളറ് ഫിനിഷ് ആക്കാം. അപ്പോൾ ഫിനിഷ് ആക്കുന്നതൊക്കെ നമ്മൾ സ്വയം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ വേറെ ഒരു കണ്ടിട്ട് ചെയ്യേണ്ടതല്ല. നമ്മൾ സ്വയം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കട്ട തന്നെ ഒരു ഭാഗം ഫിനിഷ് ആക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നോക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇതുപോലെ നമ്മൾ നോക്കി ചെയ്യേണ്ടതല്ല, ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു സ്റ്റേജ് ഒറ്റയ്ക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം പ്ലസ് എന്നുള്ള ഷേപ്പാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലസ് എന്നുള്ള രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ അടിയത്തെ കളറ് കറക്റ്റ് ആവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൊണ്ടുവരുന്ന കട്ട അവിടുത്തത് തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇനി ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് 3 ഒക്കെ നാലെണ്ണം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ടോപ്പ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോരോ കളേഴ്സ് നമ്മൾ റെഡി ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ടീ ഷേപ്പ് കിട്ടണം. ടീ ഷേപ്പ് ഒരേ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ എല്ലാവരും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ ചെയ്യുക, റെഡ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാ കളേഴ്സും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ അങ്ങനെ നമ്മൾ ക്യൂബിൻ്റെ മേൽഭാഗം മുഴുവൻ റെഡിയാക്കി എടുക്കാം. മേൽഭാഗം റെഡിയാക്കുന്നതിലൂടെ ഫസ്റ്റ് കട്ട മുഴുവനായിട്ട് റെഡി ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ റെഡിയാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ സ്വയം കൊണ്ടുവരേണ്ട ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ മേൽഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാ ഒരു കളറിനും ടീ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കറക്റ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കട്ടയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിലുള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് ഇല്ലാത്ത ഒരു കളർ എടുക്കുക. അപ്പോൾ ഞാൻ യെല്ലോവും ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന കളർ യെല്ലോ ആണ്. അപ്പോൾ യെല്ലോൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സ്റ്റെപ്പിങ് ഞാനിവിടെ കൊടുക്കുക. അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നമ്മുടെ മേലെ നിന്നിരുന്ന കട്ട നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ മേലത്തെ ആ ഒരു കട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കളറ് കൊണ്ടുവരിക. ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പ് ഞാൻ താഴെ കൊടുക്കാം. അപ്പം അത് നോക്കി ചെയ്താൽ മതി. അത് നോക്കി ചെയ്യാൻ കഴിയാത്തവർ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂവും വൈറ്റും ആണ്. അത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് എത്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, ലെഫ്റ്റ്, അപ്പ്, ഫേസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ ഈ ഒരു കട്ടയുടെ ആ ഒരു വൈറ്റും ബ്ലൂവും കൂടി റെഡി ആവുക. സോ നമ്മൾ ആ ഒരു ഇതും ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു കട്ടയും കൂടി ശരിയാക്കാനുണ്ട്. അപ്പം അതിൻ്റെത് വൈറ്റും ഗ്രീനും കൂടി ഉള്ളതാണ്. സോ ഗ്രീനിലേക്ക് കൊണ്ടുവരിക. ഇതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു 2 കട്ടയും ഫുള്ളാകും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായി. ഇനി നമുക്കത് മൈൻഡ് ചെയ്യണ്ട, അത് വിട്ടുകളാം. ഇനി നമുക്ക് ടോപ്പ് എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പ്ലസ് ഷേപ്പ് ആക്കണം. സോ പ്ലസ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഫേസ്, അപ്പ്, റൈറ്റ്,
അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇത് ചെയ്യുമ്പോൾ ചിലർക്ക് ടോപ്പ് ആകും, ചിലർക്ക് ടോപ്പ് ആവില്ല. ടോപ്പ് പ്ലസ് ഷേപ്പ് കിട്ടിയവർ അവിടെ നിൽക്കുക. അപ്പോൾ കിട്ടാത്തവർ ഇതന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഫേസ് അപ്പ്, റൈറ്റ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇപ്പോഴും കിട്ടാത്തവർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് കിട്ടിയിട്ടില്ല. ഫേസ് അപ്പ്, റൈറ്റ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പം നമുക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി അത് ചെയ്യുക, അപ്പം നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേറൊരു ഷേപ്പ് ആക്കണം. അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ഇതാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ പ്ലസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കളർ എടുക്കുക, എന്നിട്ട് ഈ ഒരു പറയുന്ന സ്റ്റെപ്പ് ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ്, അപ്പ് 2 times, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമുക്കൊരു 4ന്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 4 എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഒരു മോഡലിൽ ഒരു 4 എഴുതണ പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ 2 എണ്ണം അങ്ങോട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഇടയിൽ നിൽക്കുന്ന ആ ഒരു കട്ട അങ്ങോട്ടാക്കിയിട്ട് ഈ പറയുന്നത് ഒന്നും കൂടി നമ്മളിപ്പോൾ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ്, അപ്പ് 2 times, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടെ നമ്മുടെ മേലത്തെ ടോപ്പ് ഫിനിഷ് ആവും. ഇനി നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതുപോലെ യു ഷേപ്പ് എന്ന് കിട്ടും, ഏതെങ്കിലും ഒരു സൈഡിൽ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇങ്ങനെ നീക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒന്നാണ് യു ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യു ഷേപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പിടിക്കുക. ആ ഒരു യു ഷേപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുക. അപ്പം നമ്മുടെ വൈറ്റും അല്ല യെല്ലോവും അല്ല. എന്നിട്ട് ഈ ഒരു പറയുന്നത് ചെയ്യുക. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫേസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് 2 times, റൈറ്റ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് 2 times, റൈറ്റ് 2 times. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഷേപ്പ് ഫുള്ളായിട്ട് കിട്ടും, ബാക്കിയൊക്കെ യു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കറക്റ്റായ ഒരു സൈഡ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിൽ യു ഉണ്ടാവും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അപ്പോൾ നമ്മുടേതിപ്പോൾ ഒരു കട്ട ഫുള്ളായിട്ടുണ്ട്, ബാക്കിയൊക്കെ യു ഷേപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുള്ളായിട്ടുള്ള ആ ഒരു കട്ട ഉണ്ടല്ലോ, ആ ഗ്രീൻ കട്ടയുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അത് ബ്ലൂ ആണ്. അപ്പോൾ ഇനി ഈ ഒരു പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈറ്റും അല്ല നമ്മുടെ യെല്ലോവും അല്ല, നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്. ഓക്കെ, റൈറ്റ് 2 times, അപ്പ്, റൈറ്റ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇത് ചെയ്യുന്നതോടെ നമ്മുടെ റുബിക്സ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ നമ്മുടെ തുടക്കം മുതൽ കണ്ടിട്ട് അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എത്ര നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നമ്മളിത് സമയത്തിന് ഉള്ളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.